വിധി തോൽപ്പിക്കാൻ ശ്രമിച്ചെടുത്തുനിന്ന് നിഷേധാഠ്യം കൊണ്ട് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് ഡോക്ടർ ആതിര സുഗതൻ. ഓർമ്മകളും ചലനശേഷിയും കവർന്നെടുത്ത വാഹനാപകടത്തിന്റെ ആഘാതങ്ങളെ അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ 483 റാങ്ക് നേടിയാണ് ഈ കോഴിക്കോട്ടുകാരി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. പരിമിതികളെ പരിഭവിച്ചല്ല, പരിശ്രമം കൊണ്ട് മറികടക്കുകയാണ് വേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ മിടുക്കി. 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ 4ാം ശ്രമത്തിലാണ് ആതിര സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലെത്തിയത്. മലയാളം ഓപ്ഷണലായി തെരഞ്ഞെടുത്ത ആതിര മലയാളത്തിലാണ് അഭിമുഖത്തെയും നേരിട്ടത്. 3 തവണ പരാജയപ്പെട്ടപ്പോഴും തളരാതെ മുന്നേറിയതാണ് ആതിരയെ ഈ നേട്ടത്തിന് അർഹയാക്കിയത്. BDS ബിരുദധാരിയായ ആതിരയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയത് കോവിഡ് കാലത്തെ സന്നദ്ധ സേവനമാണ്. ഭിന്നശേഷിക്കാർക്കായി നടത്തിയ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയറായി സേവനം ചെയ്തതും ചിത്രശലഭം എന്ന പ്രൊജക്റ്റിൽ പങ്കാളിയായതുമാണ് ആതിരയെ സിവിൽ സർവീസ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നയിച്ചത്. വെറും ഒരു കരിയർ എന്നതിലുപരി ഒരു സേവന മേഖലയായാണ് ആതിര സിവിൽ സർവീസിനെ കാണുന്നത്. പകൽ വെളിച്ചവും രാത്രിയുടെ നിശബ്ദതയും ആതിരയ്ക്ക് പഠനത്തിനുള്ള സമയമായിരുന്നു. ദിവസവും 4 മണിക്കൂർ മാത്രമാണ് ആതിര ഉറങ്ങിയിരുന്നത്. ബാക്കി സമയം മുഴുവൻ ഏകാഗ്രമായ പഠനത്തിനായി നീക്കിവെച്ചു. പഠനമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമം മാത്രമായിരുന്നു കൈമുതൽ. ആതിരയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിഴലിക്കുന്നു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ആവിഷ്കരിച്ച പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതിയാണ് ആതിരയുടെ വിജയത്തിൽ നിർണായകമായത്. 5 വർഷങ്ങൾക്ക് മുൻപ് ഭിന്നശേഷിക്കാർക്കും സിവിൽ സർവീസ് എഴുതാം എന്ന ഡോക്ടർ ജോബിന്റെ വീഡിയോ കണ്ടതാണ് ആതിരയുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പദ്ധതികൾ ഇല്ലാതിരുന്ന കാലത്ത് ആതിരയെ ആദ്യ വിദ്യാർത്ഥിയായി ചേർത്താണ് ഡോക്ടർ ജോബിൻ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മുൻ IAS ഉദ്യോഗസ്ഥർ റോയ് പോൾ, മുൻ DGP ഋഷിരാജ് സിംഗ്, ഡോക്ടർ MC ദിലീപ് കുമാർ തുടങ്ങിയ പ്രഗത്ഭരുടെ കീഴിൽ ലഭിച്ച ഇന്റർവ്യൂ പരിശീലനം ആതിരയ്ക്ക് വലിയ മുതൽക്കൂട്ടായി. ഷെറിൻ ഷഹാനെയും AK ഷാരികയെയും പോലുള്ള പ്രതിഭകൾക്ക് പിന്നാലെ ഇപ്പോൾ ആതിരയും സിവിൽ സർവീസിന്റെ പടവുകൾ കയറുകയാണ്. വാഹനാപകടത്തിൽ അരയ്ക്ക് താഴെ ചലനശേഷിയും ഓർമ്മശക്തിയും നഷ്ടപ്പെട്ട ഇരുളടഞ്ഞ നാളുകളിൽ നിന്ന് ഇന്ത്യയുടെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലേക്ക് പടർന്നു കയറുന്ന ആതിര സുഗതൻ വരും തലമുറയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു പാഠപുസ്തകമാണ്. അല്പം മുമ്പാണ് സിവിൽ സർവീസിന്റെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ IAS, IPS ഉൾപ്പെടെയുള്ള ഉന്നത പദവികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണത്തെ ഫലപ്രഖ്യാപനത്തിൽ കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ദേശീയതലത്തിൽ അനുജ് അഗ്നിഹോത്രി 1ാം റാങ്ക് കരസ്ഥമാക്കി. രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. 2ാം റാങ്ക് രാജേശ്വരി സുവെ സ്വന്തമാക്കി. പ്രിലിമിനറി മുതൽ അഭിമുഖം വരെയുള്ള കഠിനമായ ഘട്ടങ്ങൾ പിന്നിട്ടാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത്. ഇത്തവണത്തെ മെറിറ്റ് പട്ടികയിലാകെ 958 ഉദ്യോഗാർത്ഥികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്.